ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവകവൃച്ഛാമിത്താം ധർമ്മസമൂഢചേതഃ യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേ അഹം ചാതിമാം ത്വാം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ഉത്തരഗീത 2-ാം അധ്യായം ശ്ലോകങ്ങൾ 1 തൊട്ട് 5 വരെ ആണ് ചിന്തിക്കേണ്ടത്. അർജുന ഉവാച ജ്ഞാത്വാ സർവഗതം ബ്രഹ്മ സർവജ്ഞം പരമേശ്വരം അഹം ബ്രഹ്മേ നിർദ്ദേഷ്ടും പ്രമാണം തത്ര കിം ഭവേൽ. ശ്രീ ഭഗവാനുവാച യഥാ ജലം ജലേക്ഷിപ്തം ക്ഷീരേ ക്ഷീരം കൃതേ കൃതം അവിശേഷോ ഭവേൽ തദ്വൽ ജീവാത്മാ പരമാത്മനഃ. ജീവേ പരേണ താതാത്മ്യം സർവകം ജ്യോതിരീശ്വരം പ്രമാണ ലക്ഷണൈ ജ്ഞേയം സ്വയം ഏകാഗ്രവേദിന. അർജുന ഉവാച ജ്ഞാനാദേവ ഭവേൽ ജ്ഞേയം വിദിത്വാ തക്ഷണേന തും ജ്ഞാനമാത്രേണ മുച്യതേ കിം പുനർ യോഗധാരണ. ശ്രീ ഭഗവാനുവാച ജ്ഞാനേന ദീപ്തോ ദേഹേ ബുദ്ധിർബ്രഹ്മസമന്വിത ബ്രഹ്മജ്ഞാനാഗ്നിനാ വിദ്വാൻ നിർദ്ദേഹൽ കർമ്മബന്ധനം. ഈ 5 ശ്ലോകങ്ങളാണ് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത്. അർജുന ഉവാച ജ്ഞാത്വാ സർവഗതം ബ്രഹ്മ സർവജ്ഞം പരമേശ്വരം അഹം ബ്രഹ്മേ നിർദ്ദേശം പ്രമാണം തത്ര കിം ഭവേൽ. അർജുനൻ ഭഗവാനോട് ചോദിച്ചു, സർവവ്യാപിയും സർവജ്ഞനും പരമേശ്വരനുമാണ് ബ്രഹ്മം എന്ന് ബോധ്യമായി. ഈ ബ്രഹ്മം തന്നെയാണ് ഞാൻ അഥവാ എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എന്ന് നിർദ്ദേശിക്കാൻ തക്ക കാരണം വല്ലതുമുണ്ടോ? അതായത് നമ്മുടെ ജീവാത്മാവ് തന്നെയാണ് ബ്രഹ്മം അഥവാ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എന്ന് നിർദ്ദേശിക്കപ്പെടുവാൻ പ്രത്യേകിച്ച് പ്രമാണം അഥവാ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ ജീവാത്മാ ഭാവം ഭഗവാനിൽ നിന്നും ബ്രഹ്മത്തിൽ നിന്നും അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് ചലനാത്മകമാകുമ്പം അനേക ജീവാത്മാക്കളാണ് പുറത്തേക്ക് വരിക. ജീവാത്മാവെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തന്നെ അംശം അണുവായിട്ട് തൂണിലും തുരുമ്പിലും സൃഷ്ടിയുടെ വ്യവഹാരം തുടങ്ങുമ്പോൾ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇത് എവിടെയൊക്കെ എന്തൊക്കെ വ്യാപിച്ചാലും ഏതൊക്കെ 84 ലക്ഷം തരം ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ആ തത്വം ഒന്നാണെങ്കിലും ഇതിനെ തിരിച്ചറിയാനുള്ള ശക്തി ഇല്ലെങ്കിൽ അതിനെ പരിചിന്തനം ചെയ്ത് ആത്മബോധത്തിൽ ആത്മവിചിന്തനം ചെയ്ത് ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ എന്താണ് യഥാർത്ഥത്തിൽ ബ്രഹ്മമെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയും അതനുസരിച്ചുള്ള മനസ്സും ഇന്ദ്രിയങ്ങളും ശക്തിയും ഒക്കെ നൽകിയിരിക്കുന്നത് മനുഷ്യന് മാത്രമാണ്. അപ്പം നമ്മുടെ കണ്ണിൻ്റെ കണ്ണായിട്ട്, വാക്കിൻ്റെ വാക്കായിട്ട്, ജീവന്റെ ജീവനായിട്ട് എവിടെയൊക്കെ നമുക്ക് എന്തൊക്കെ നമ്മളിലൂടെ തന്നെ പ്രകടമാകുന്നുണ്ടോ, നമ്മുടെ ഭാവങ്ങൾ പ്രകടമാകുന്നുണ്ടോ, അതിന് ഏകമായ കാരണം ഈ ജീവാത്മാവാകുന്ന ബ്രഹ്മാംശം തന്നെയാണ്. അപ്പോൾ അതിന് തക്ക കാരണം വല്ലതും ഉണ്ടോന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അതിന് തക്കതായിട്ടുള്ള കാരണം വല്ലതും ഉണ്ടോ? അതിന് ഭഗവാൻ എന്താ പറയണേന്ന് നോക്കുക. യഥാ ജലം ജലേക്ഷിപ്തം ക്ഷീരേ ക്ഷീരം കൃതേ കൃതം അവിശേഷോ ഭവേ തത്വൽ ജീവാത്മാ പരമാത്മന. ഭഗവാൻ പറഞ്ഞു, ഒരു പാത്രത്തിലിരിക്കുന്ന ജലത്തിൽ കുറച്ച് ജലം കൂടി ഒഴിച്ചാൽ അവ തമ്മിൽ യാതൊരു വ്യത്യാസവും കൂടാതെ യോജിച്ച ഒന്നായി തീരുന്നു. അതുപോലെ പാലിനോട് പാൽ ചേർത്താലും നെയ്യിനോട് നെയ്യ് ചേർത്താലും പാത്രത്തിലിരിക്കുന്നതും വീണ്ടും ചേർത്തതും തമ്മിൽ തിരിച്ചറിയാനാവാത്ത വിധം ഒന്നായി ചേരുന്നു. അതേപോലെയാണ് പരമാത്മാവും ജീവാത്മാവും തമ്മിൽ തിരിവില്ലാതെ യോജിക്കുന്നത്. അത് സ്ഥാപിക്കുവാൻ യാതൊരു പ്രമാണത്തിൻ്റെയും ആവശ്യകതയുമില്ല. ഇപ്പൊ സമുദ്രത്തിലേക്ക് നാനാപ്രകാരത്തിൽ നാനാ ദിശകളിൽ നിന്ന് ശുദ്ധജലവും മലിനജലവും എന്തൊക്കെ പോയി ചേർന്നാലും അത് സമുദ്രവുമായിട്ട് ചേർന്ന് കഴിയുമ്പം സമുദ്രജലവും ഇല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് ചെന്ന് ചേർന്നതൊക്കെ ഒന്നായിട്ട് തീരും.
അതിനിപ്പോ എന്താ പ്രമാണം എന്ന് ചോദിച്ചാൽ എന്താ ഇപ്പൊ പറയാ? അപ്പൊ ജലത്തിലേക്ക് കുറെ ജലം പകർന്നാലും അത് ജലമായിട്ട് തന്നെ നിൽക്കും. വേറെ പാത്രത്തിൽ കൊണ്ടുവന്ന് വേറെ എവിടുന്നെങ്കിലും കൊണ്ടുവന്ന് ഒഴിച്ചാലും വേണ്ടില്ല, ജലം ജലമായിട്ട് നിൽക്കും. അതേപോലെ നെയ്യിലേക്ക് ചേർത്താലും അതെ. അപ്പം ഈ പരമാത്മാവിൽ നിന്ന് വിവിധ ഭാവത്തിൽ, രൂപത്തിലും ഭാവത്തിലും ഗുണത്തിലും ഒക്കെ വ്യത്യസ്തമായിട്ട് കണ്ടാലും ഇതൊക്കെ ഒരു തലത്തിൽ ഇപ്പം കൽപ്പാന്തകാലം കഴിയുമ്പോൾ എല്ലാം ഒന്നാക്കുമെന്ന് പറഞ്ഞു. ഒന്നാകും, ഒന്നിലേക്ക് തന്നെ ലയിക്കും. അവിടെ ശത്രുമിത്ര ഭാവങ്ങളോ പക്ഷപാതങ്ങളോ ഒന്നുമില്ലാതെ തന്നെ 84 ലക്ഷം തരം ജീവജാലങ്ങളും മനുഷ്യനും അടക്കം എന്തിൽ നിന്നാണോ വന്നത് അന്നിലേക്ക് തന്നെ ചേരുമ്പോൾ അത് താൽക്കാലികമായിട്ടെങ്കിലും ബ്രഹ്മമായി ഭവിക്കുന്നു എന്നാണ്. കൽപ്പാന്തകാലം വീണ്ടും തുടങ്ങുമ്പോൾ അവരുടെ സ്വഭാവം അനുസരിച്ചുള്ള ശരീരപ്രാപ്തിയോട് വീണ്ടും വരും. അതാണ് താൽക്കാലികം എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു കൽപ്പാന്തകാലം എന്ന് പറയുന്നത് തന്നെ 14 മന്വന്തരങ്ങളും, ഒരു മന്വന്തരത്തിൽ തന്നെ 28 ജാതയുഗങ്ങളും അല്ല 72 ജാതയുഗങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ കാലക്രമങ്ങളെയൊക്കെ അതിക്രമിച്ച് ഒരു കൽപ്പാന്തം അവസാനിച്ചാൽ അത്രയും കാലം ബ്രഹ്മാവിന് രാത്രിയാണെങ്കിൽ അത്രയും കാലം അത് ലയിച്ചിരിക്കും. വീണ്ടും ആ കൽപ്പാന്തം തുടങ്ങുന്ന സമയത്ത് വീണ്ടും അവരെ പുറത്തുവിടുന്നു പറഞ്ഞു. അപ്പം വ്യത്യസ്തമായിരിക്കുന്നത് അത് ഒന്നായി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഭാവവ്യത്യാസം ഒന്നും കാണില്ല. അതിനെന്താ പ്രമാണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രമാണം ഇല്ല എന്ന് ഭഗവാൻ പറയും. ഇതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. ഒരു നാസ്തികനായാലും ആസ്തികനായാലും ഫലത്തിൽ പ്രത്യക്ഷത്തിൽ അവർ അന്ധവിശ്വാസികൾ തന്നെയാണ്. കാരണം എന്താ? ഈശ്വരവിശ്വാസം ഉള്ളവന് ശരിക്കും വിശ്വാസമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടായില്ല, അത് തെളിയിക്കാൻ സാധ്യമല്ല. മറ്റൊരാളെ പ്രൂഫ് അന്വേഷിച്ച് നടക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഈശ്വരനുണ്ടെന്ന് നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്നാൽ ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന ആൾക്കും ഈശ്വരൻ ഇല്ല എന്ന് തെളിയിക്കാൻ സാധിക്കില്ല. അപ്പൊ ഫലത്തിൽ രണ്ടുപേരും ഒന്ന് തന്നെയല്ലേ? അന്ധവിശ്വാസിയാണ്. പിന്നെ എങ്ങനെ ഈശ്വരനെ നമ്മൾ അറിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരവർക്ക് മനസ്സിലാകുന്നതാണെന്ന് മനസ്സിലായല്ലോ. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അവരവർക്ക് ബോധ്യം. നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ നമ്മളിൽ തന്നെയുള്ള ജീവാത്മാവ് പരമാത്മാവിന്റെ അംശമാണെങ്കിൽ അത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പം അതിൽ നിന്ന് നമ്മളിൽ അചഞ്ചലമായ ഒരു ഭാവം പ്രകടമാകും. നമ്മുടെ ശബ്ദത്തിലും നോട്ടത്തിലും എടുപ്പിലും പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളിലും ശരീരത്തിന്റെ വ്യാപാരത്തിലും എല്ലാ ശക്തിയും പൂർണ്ണ 26 ഗുണങ്ങളുടെ അംശവും നമ്മളിലൂടെ തന്നെ പ്രകടമാകും. അത് മറ്റുള്ളവർക്ക് കണ്ടാൽ തിരിച്ചറിയില്ല, അത് പ്രമാണമാക്കാൻ സാധ്യമല്ല. അവർക്ക് എത്ര പറഞ്ഞാലും അങ്ങോട്ടും ഇതൊക്കെ എങ്ങനെ സാധിക്കുക എന്ന് ചോദിച്ചു അല്ലേ? ഇപ്പൊ ഇന്നലെ തന്നെ ഒരു അനുഭവം പറയാം. കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇതിൽ നിന്നെല്ലാം വെട്ടി നിൽക്കുന്ന, അതായത് ഇപ്പം ഒരു വർഷത്തെ ഭജനത്തിന് പോകുന്നതുകൊണ്ട് നേരിട്ട് ബന്ധമുള്ള രക്തബന്ധമുള്ളവരോടൊക്കെ ഒന്ന് അതേപ്പറ്റി പറയുകയും അവരുടെ അനുഗ്രഹവും വാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരെയും പോയി കണ്ടു. അപ്പോൾ ഒരു 2 ആഴ്ച 5 ദിവസം വടക്കോട്ടുള്ള യാത്രയും പിന്നെ തെക്കോട്ടുള്ള യാത്രയൊക്കെ വന്നു കഴിഞ്ഞപ്പം പല അനുഭവങ്ങളും അതിന്. അപ്പം ഇവരോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലര് വളരെ എന്താ പറഞ്ഞേ, നമുക്ക് ക്ഷോഭം ഉണ്ടാക്കുന്ന വിധത്തിലൊക്കെ സംസാരിച്ചു. എന്തിനാ ഇതിനൊക്കെ പുറപ്പെടുന്നത് എന്നുള്ള രീതിയിൽ. അപ്പം ഇങ്ങനെ ഇതൊക്കെ എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ഭക്തിയുടെ ഭാവം എന്താണെന്ന് ആർക്കും അറിയില്ല. അതാണ്. അത് ഞാൻ എന്നെ ശോഭിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ ശോഭിച്ചൊന്നുമില്ല. ബന്ധുമിത്രാദികൾ തന്നെയാ. ഇത് തന്നെ ഗുരുവായൂരപ്പൻ പറഞ്ഞു, ഇവരോടൊന്ന് പറഞ്ഞോ ബോധ്യപ്പെടുത്താനൊന്നും ശ്രമിക്കണ്ട എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തിനാ ഈ സത്യം, എന്തിനാ ചില അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകണം. ഇവര് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അവരൊക്കെ ബാഹ്യമായ ദൃഷ്ടിയിലൂടെ കാണുന്നത്, അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അത് ഈശ്വരനെ അനുഭവിച്ചറിയണം. അനുഭവിച്ചറിയുന്നവരോട് പറഞ്ഞാൽ അവർക്ക് സംശയമൊന്നുമില്ല. അപ്പൊ ചോദിച്ചു, ഇതെങ്ങനെയാ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ഒരു ഭാഗവതാചാര്യൻ തന്നെ കണ്ടപ്പോൾ ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു ഭജനത്തിന് പോവാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഭാഗവതമൊക്കെ വായിച്ചുകൊണ്ട് ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചു. ഇതെങ്ങനെ സാധിക്കുക? അതായത് ഏകാന്തവാസം ജനക്കൂട്ടത്തിൽ പെടാതെ ജീവിക്കണം എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏകാഗ്രം അത് എന്താ പറഞ്ഞേ, വാനപ്രസ്ഥാശ്രമത്തില് എങ്ങനെയാണ് ഒരു ദീക്ഷ എടുത്ത് വാനപ്രസ്ഥാശ്രമത്തെ നമ്മൾ നടത്തേണ്ടത് എന്ന് ശാസ്ത്രം വിധിച്ചിട്ടുണ്ട്. പക്ഷെ ശാസ്ത്രവിധി അനുസരിച്ചുകൊണ്ട് ഞാൻ ദീക്ഷയൊന്നും എടുക്കുന്നില്ല. എന്നാലും ദീക്ഷ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എടുത്തിട്ടുണ്ട്. ഒരു ഗുരുവിൻ്റെ അടുത്തും ദീക്ഷ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് ഇങ്ങനെ ഒരു എങ്ങനെയാ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, എന്താണ്, എങ്ങനെയാണ് പ്ലാൻ ചെയ്തത് എന്നൊക്കെ ഒരു ആചാര്യൻ തന്നെ എന്നോട് ചോദിച്ചു. കാരണം പലരും
ഈ വ്രതമൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഭജന ഇരിക്കുന്നുണ്ടോ? 1-2 ദിവസം, ഏറ്റവും കൂടിയാൽ 41 ദിവസം കൂടുതലൊന്നും ആരും ഭജന ഇരിക്കാറില്ല. എങ്ങനെ ഈ ഒരു വർഷത്തേക്ക് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതൊക്കെ ചോദിച്ചു. അപ്പം ഇതിനൊക്കെ എന്താ പ്രമാണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രമാണം കൊടുക്കാനൊന്നുമില്ല. ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും നാസ്തികനും അറിയാൻ പാടില്ല, ആസ്തികനും അറിയാൻ പാടില്ല. ഇവർക്ക് പ്രമാണം ചോദിച്ചാൽ തെളിവ് കൊടുക്കാൻ സാധ്യമല്ല. അപ്പൊ എന്നോട് ആരെങ്കിലും ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തോ വിശ്വസിക്കുന്നു, ഉണ്ടെന്ന് പറയുന്നവർക്ക് അതിനെപ്പറ്റി തെളിവ് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ ഉണ്ടായത് പറഞ്ഞു കൊടുക്കും. എന്നാൽ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ് വരുന്നവരോട് ഈശ്വരൻ ഇല്ല എന്ന് തന്നെ പറയുള്ളൂ. കാരണം അവർക്കത് ബോധ്യം വരണം, അല്ലാതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വെറുതെ തർക്ക വിതർക്കങ്ങൾ കൊണ്ട് നമ്മുടെ എനർജി എന്തിനാ വേസ്റ്റ്? അല്ലെങ്കിൽ തന്നെ എനർജി നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നവദ്വാരങ്ങളുടെ ഒരു എനർജി വേസ്റ്റ് ആവുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടതാ. അത് വേസ്റ്റ് ആകാതെ നോക്കണം എന്ന് പറഞ്ഞു. അതിനാണ് ഈ പറയുന്ന ഭജനത്തിലേക്ക് പോകുന്നതിൻ്റെ കാര്യം തന്നെ. നമ്മൾ ജീവിതകാലം മുഴുവൻ ഇത് ചെയ്തുകൊണ്ടിരുന്നാലൊന്നും നമുക്കൊരിക്കലും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം യഥാർത്ഥത്തിൽ ഈശ്വരപ്രാപ്തി സാധ്യമല്ല. കാരണം എല്ലാ കർമ്മങ്ങളും ദോഷമുണ്ടാക്കും. എന്താ ദോഷം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗീതയിൽ ക്ലിയർ കട്ട് പറയുന്നുണ്ട്. ഏത് സൽക്കർമ്മം പോലും വാസനാബലത്തെ ഉണ്ടാക്കും. അതാണ് കർമ്മത്തിന്റെ ദോഷം. അതേ കാരണം കൊണ്ട് അത് വാസനാബലത്താൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം ക്രിയേറ്റ് ആകും, സംസ്കാരം ക്രിയേറ്റ് ആകും. അതനുസരിച്ചുകൊണ്ട് വീണ്ടും ജനിച്ചു വരേണ്ടി വരും. അപ്പൊ എല്ലാ കർമ്മത്തിനും അത് ക്രമത്തിൽ എല്ലാത്തിനെയും സർവധർമാൻ പരിത്യജ എന്ന ഗീതയിൽ പറഞ്ഞില്ലേ ഭഗവാൻ? സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷിഷ്യാമി. അപ്പൊ ഈ ലക്ഷ്യത്തിലായിരിക്കണം നമ്മുടെ ഭക്തി മാർഗത്തിൽ സഞ്ചരിക്കേണ്ടത്. അപ്പൊ അതിനൊക്കെ എന്താ പ്രമാണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പോലും പറയുന്നു അതിനെന്താ പ്രമാണം പറയാനൊന്നുമില്ല. പക്ഷേ ഒരു സത്യം മനസ്സിലാക്കിക്കൊള്ളാം, നമ്മളെല്ലാം വന്നിരിക്കുന്നത് ബ്രഹ്മത്തിൽ നിന്നാണ്. ആ ബ്രഹ്മത്തിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 ഭാഗം ഇല്ലല്ലോ, ഒന്നായി തീരും. ഈ 2 ഭാഗം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സങ്കല്പ വികല്പങ്ങളിലേക്ക് പോകുന്നത്. ദ്വന്ദ്ഭാവം എന്നുള്ളത് ഇല്ലാതെയാകണം എന്നർത്ഥം. ഈ ദ്വന്ദ്ഭാവം ഉള്ളിടത്തോളെ ഇതിന്റെ പ്രമാണമൊക്കെ അന്വേഷിക്കുള്ളൂ. ഇപ്പം ഗീതയിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. ആഭൂര്യമാണ് ജലപ്രതിഷ്ഠം സമുദ്രമാമക പ്രവശന്തി തദ്വൽ കാമായം പ്രവശന്തി സർവേ എന്ന് പറഞ്ഞാൽ ഈ സമുദ്രജലത്തിലേക്ക് നാനാഭാഗത്ത് നിന്ന് വന്നു ചേരുന്ന ജലം സമുദ്രമായി ഭവിക്കുന്നു, അത് അചഞ്ചലമായിട്ട് നിലനിൽക്കുന്നു. ആ സമുദ്രത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. പുറത്തുനിന്ന് ശുദ്ധജലമോ മലിനജലമോ ഇപ്പോഴത്തെ സ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഹോട്ടലുകളിലെയും ഫാക്ടറികളിലെയും ഒക്കെ നദികളിലേക്കും അത് ആത്യന്തികമായിട്ട് പോയിട്ട് സമുദ്രത്തിലാണ് പോയി ലയിക്കുന്നത്. സമുദ്രത്തിന് അത് വല്ല മാറ്റമാണോ? ഒരു മാറ്റം ഉണ്ടാവില്ല. ഈ സമുദ്രത്തിലേക്ക് ഇത് ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ ആ സമുദ്രജലവുമായിട്ട് അത് താതാത്മ്യം പ്രാപിക്കും. ആ ജലത്തിൽ നിന്ന് എത്ര തന്നെ കുളത്തിലോ ഗ്ലാസ്സിലോ ഇനി ടാങ്കിലോ വെള്ളം നിറച്ചു കൊണ്ടുപോയാലും സമുദ്രത്തിലെ ജലത്തിന് എന്തെങ്കിലും കുറവ് വരുമോ? ഒരു കുറവും വരില്ല. ഇതിനെന്താ പ്രമാണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് പ്രമാണം. ലയിച്ചൊന്നായി തീരുന്നു, പലതായി കാണുന്നത് ഒന്നായി തീരുന്നു. തീർന്നു കഴിഞ്ഞാൽ പിന്നെ താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ബ്രഹ്മം എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ തത്വത്തെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സങ്കല്പ വികല്പങ്ങളൊക്കെ പോകും. ഈ തെളിവന്വേഷിക്കലും ആവശ്യമില്ലാതെ വരും, പ്രമാണം അന്വേഷിക്കലും നിൽക്കും. കാരണം നമുക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ ഈ നമ്മളെ മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് പ്രമാണം അന്വേഷിക്കുന്നത്. ഇപ്പൊ അർജുനൻ തന്നെ ചോദിക്കുന്നത് കേട്ടില്ലേ, എന്താണ് ഇതൊക്കെ ബ്രഹ്മം തന്നെയാണെന്നുള്ളതിന് എന്താണ് അതിനുള്ള അത് തന്നെയാണെന്ന് പറയാൻ എന്താണ് ഒരു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ചോദിച്ചാൽ ഒന്നും പറയാനില്ല എന്നാ ഭഗവാൻ പറഞ്ഞു. രണ്ടും ഒന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ പ്രമാണം? രണ്ടായിട്ട് കാണുമ്പോഴല്ലേ അതാണ് ശരി ഇതാണ് ശരി എന്നുള്ളതിന് നമ്മൾ തെളിമയും എന്താണ് ഗുണം ദോഷം എന്നുള്ളത്. ഈ ഗുണവും ദോഷവും 2 ഭാവം പ്രകടമാകുമ്പോഴേ അത് തമ്മിലുള്ള വ്യത്യാസം അറിയുള്ളൂ, ഇല്ലേ രണ്ടായിട്ട് കാണുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ ഗുണത്തിൽ നിന്നാണ് ദോഷമുണ്ടാകുന്നത്, ദോഷത്തിൽ നിന്നാണ് ഗുണമുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഒന്ന് തന്നെയാണ്. തെറ്റും ശരിക്കും മുകളിൽ ഒരു ശരിയുണ്ട്, ധർമാധർമ്മങ്ങൾക്ക് മുകളിൽ ഒരു ശരിയുണ്ട്. ജനനത്തിന് മുകളിൽ മരണമില്ലാത്ത അവസ്ഥയുണ്ട്. അതാണ് പ്രമാണം.
അപ്പൊ അതുകൊണ്ട് പ്രമാണത്തിന്റെ ആവശ്യകതയും ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. പ്രമാണം അന്വേഷിക്കേണ്ടത് തന്നെ ആവശ്യമില്ല. സത്യം എന്താന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളും എന്തിനാ അന്വേഷിച്ച് നടക്കുന്നത്? സത്യം എന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സത്യത്തെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പ്രമാണത്തിന്റെ ആവശ്യകതയില്ല. അത് സ്വയം ബോധ്യപ്പെടേണ്ടതാണ്. ഒരു കാരണവശാലും നമ്മൾ മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ ഒരിക്കലും ബോധ്യപ്പെടില്ല. കാരണം അത് അങ്ങനെ ആ ഒരു ലെവലിലേക്ക് എത്തിയാൽ മാത്രമേ ഈ പറയുന്ന കാര്യം സത്യമാണെന്ന് മനസ്സിലാവുള്ളൂ എന്നർത്ഥം. അല്ലെങ്കിൽ എപ്പോഴും സങ്കല്പ വികല്പങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾക്ക് പറയുമ്പോൾ നമ്മുടെ ചിന്താഗതിക്ക് അപ്പുറമാണെന്ന് തോന്നുമ്പോൾ നമുക്കും അത് ഭയമായിട്ട് മാറുകയും ചെയ്യും. അതാണ് പ്രശ്നം. സത്യം മനസ്സിലാവുന്നിടത്തോളം കാലം ഒരു സംശയവും ഇല്ല. ഈ സംശയം ഉണ്ടായാൽ അത് ഭയത്തിന് കാരണമാകുന്നു. സംശയാത്മാ വിനശതി എന്ന് ഭഗവാൻ പറയാനും കാരണം അതാ. അപ്പൊ സംശയ ലേശം എന്നെ ബോധ്യം വന്നാൽ പിന്നെ ഒരു പ്രമാണത്തിന്റെ ആവശ്യകതയില്ല. അതുകൊണ്ട് ജീവേ പരേണ താതാത്മ്യം സർവകം ജ്യോതിരീശ്വരം പ്രമാണലക്ഷണജ്ഞേയം സ്വയം മേഘാഗ്ര വേദിനാം. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള താതാത്മ്യം എപ്രകാരമാണെന്ന് പറയാം. ഉപാസകന് സ്വശരീരം മുഴുവനും അതോടൊപ്പം ബ്രഹ്മാണ്ട കടാകങ്ങളിൽ അഖിലവും ജ്യോതിർമയമായിരിക്കുന്ന ഈശ്വര രൂപമായി തീർന്നു. ഏകാഗ്രചിത്തനായിരിക്കുന്ന യോഗിക്ക് സ്വയം ഉണ്ടാകുന്ന ഈ അറിവ് തന്നെയാണ് അതിൻ്റെ പ്രമാണ ലക്ഷണവും. അതായത് സ്വയം ബോധ്യം വരിക. മറ്റൊരെ ബോധ്യപ്പെടുത്താൻ വിഷമ. കാരണം അവരും ആ ലെവലിൽ എത്തിയാൽ മാത്രമേ ഈ ഏകാഗ്ര മനസ്സും ഇല്ലെങ്കിൽ ഏകഭാവം കൈവരുമ്പോഴാണ്. ഇപ്പം എൻ്റെ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകുമ്പോൾ അവിടെ ഏകഭാവം പ്രകടമാണ്. അനുഭവം ഉണ്ടാകാതെ ഒരിക്കലും ഈ ഏകഭാവം അഥവാ താതാത്മ്യഭാവം ഉണ്ടാവില്ല. അത് അനുഭവത്തിലൂടെ മാത്രമേ അറിയാനും നിവർത്തിയുള്ളൂ. അവരവർക്ക് ബോധ്യം വരണം. എത്ര ശ്രമിച്ചാലും മറ്റൊരാളെ കൊണ്ടും ഇപ്പം എനിക്ക് എൻ്റെ അനുഭവം പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യം നിങ്ങൾക്കുണ്ടാവും. അതാണ് താതാത്മ്യഭാവം എന്ന് പറയുന്നത്. അല്ലാതെ ഉപരിപ്ലവമായിട്ടുണ്ടാകുന്ന ജ്ഞാനം കൊണ്ട് ഈശ്വരനെ ഒരിക്കലും ബോധ്യം. അതുകൊണ്ട് ഞാൻ സംശയലേശമില്ല. നിങ്ങൾക്ക് ഈശ്വരനെ കാണണോ, നിങ്ങൾ ഈശ്വരനായി മാറണം. എന്നാൽ സ്ഥൂലഭാവം നമ്മളിൽ പ്രകടമാകും. നമുക്ക് ഇതുവരെ ഇല്ലാത്ത ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുക. ഇല്ലെങ്കിൽ വാക്ക് കേട്ടാൽ, ഒരു ശബ്ദം കേട്ടാൽ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. മന്ത്രം കേട്ടാലും അതിൻ്റെ അർത്ഥത്തെ ദർശിക്കാൻ സാധിക്കുക. ഇല്ലെങ്കിൽ ഈശ്വരൻ്റെ സ്ഥൂല രൂപമാണ് നമുക്ക് ശ്രേഷ്ഠമായ ശബ്ദം ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ശ്രേഷ്ഠമായ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചെവിയുടെ സ്ഥൂല രൂപം ഈശ്വരൻ്റെതാണ്. ശ്രദ്ധിക്കാനുള്ള ശ്രവണ മാത്രം, ഇല്ലെങ്കിൽ ശ്രവിക്കാനുള്ള കഴിവ്, കാണാനുള്ള കഴിവ്. ആ കണ്ണിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് കാണേണ്ട സമയത്ത് കാണേണ്ടതുപോലെ കാണാൻ സാധിച്ചാൽ, അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് കാഴ്ചശക്തിയുടെ ബ്രഹ്മഭാവമാണ്. കണ്ണിന് കാഴ്ച നൽകുന്ന ഏതൊരു ശക്തിയാണോ അതാണ് ബ്രഹ്മം. സൂര്യനെ പ്രകാശിപ്പിക്കുന്ന ഏതൊരു ശക്തിയാണോ അതാണ് ബ്രഹ്മം. നമ്മുടെ സ്ഥൂലരൂപമാകുന്ന ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ആ ശബ്ദം ആണ് ബ്രഹ്മം. കേൾവിക്ക് കേൾവിയായിട്ട്, ശബ്ദത്തിന്റെ വാക്കിന്റെ വാക്കായിട്ട് പ്രവർത്തിക്കുന്ന എന്തോ അത് ബ്രഹ്മം. അത് ഏകാഗ്രചിത്തനായിരിക്കുന്ന യോഗിക്ക് സ്വയം ഉണ്ടാകുന്ന അറിവ് തന്നെയാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധിയെ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, ജനിച്ചാൽ മരണം വരെ അനങ്ങാതിരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. സ്വഭാവം കൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യില്ല എന്ന് തീരുമാനിച്ചാലും ഇന്ന് ചെയ്യില്ല എന്ന് പറയുന്ന ആളെ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ സ്വഭാവത്തിൽ ഡിപ്പെൻഡാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവരവർക്ക് തന്നെ സ്വയം ഉണ്ടാകുന്ന അറിവുണ്ടാകും. എല്ലാ കർമ്മങ്ങളും ചെന്ന് അവസാനിക്കുന്നത് ജ്ഞാനത്തിലാണെന്ന് പറഞ്ഞല്ലോ. ഏത് തരത്തിലുള്ള, അതുകൊണ്ടാണ് അനങ്ങാതിരിക്കരുതെന്ന് പറഞ്ഞ കാരണം. എന്ത് കർമ്മം ചെയ്താലും, നല്ല കർമ്മം ചെയ്താലും ചീത്ത കർമ്മം ചെയ്താലും അത് ചെന്ന് അവസാനിക്കുന്നത് ഒരു അറിവ്. ആ ചീത്ത കർമ്മം ചെയ്താലും അത് നമുക്ക് പറ്റിയതല്ല, അല്ലെങ്കിൽ ദോഷം ഉണ്ടാക്കുന്നതാണെന്നുള്ള അറിവ് കിട്ടും.
ഒരു കുട്ടി സ്വർണ്ണ കളറുള്ള വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്ന ആ വിളക്ക് കാണുമ്പം അതേപ്പറ്റി അറിയാൻ മേലാത്തൊരു കുട്ടി അതിനെ ആകർഷകരായിട്ട് അത് പിടിക്കാൻ ശ്രമിക്കും. കൈ പൊള്ളുമ്പോൾ മനസ്സിലാവും അത് ഗുണമുള്ളതാണ്, പ്രകാശം കാണുന്നതാണ്, പക്ഷെ അത് തൊട്ടാൽ പൊള്ളുന്നതാണെന്ന്, അതിൽ തന്നെ ഗുണത്തിലും ദോഷമുണ്ട് എന്ന് മനസ്സിലാകണമെങ്കിൽ സ്വയം ബോധ്യമാകണം. ആ സ്വയം നേടുന്ന അറിവിൽ നിന്ന് അത് ബോധ്യമാകും. ഇപ്പം തുടരുത് നമ്മൾ പറഞ്ഞാലും ആ കുട്ടികളായാലും ഇല്ല, നമ്മുടെ ആബ്സൻസിൽ അതാണ്. നമ്മൾ എന്ത് നിഷേധിച്ചാലും മറ്റുള്ളവരോട് പറയാം അത് തുടരുത്, ഇത് തുടരുത്, അവിടെ പോകരുത്, ഇവിടെ പോകരുതെന്ന് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചാലും അതിന് എപ്പോഴും എക്സൈറ്റ്മെന്റ് ആയിരിക്കും. എന്തുകൊണ്ട് അത് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ആബ്സൻസിൽ അത് എവിടെ പോകരുതെന്ന് പറയുന്നത് നമ്മുടെ ആബ്സൻസിൽ അവിടെ പോകാൻ ശ്രമിക്കും. അത് എടുക്കരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആബ്സൻസിൽ എടുക്കാൻ ശ്രമിക്കും. കാരണം എന്താ? അതിലേക്ക് ഒരു ആകർഷണം. പിന്നെ അത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അനുഭവിച്ചറിയണം. ആ അറിവാണ് യഥാർത്ഥ അറിവ്. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. ഏകാഗ്രചിത്തനായിരിക്കുന്ന യോഗിക്ക് സ്വയം ഉണ്ടാകുന്ന ഈ അറിവ് തന്നെയാണ് യഥാർത്ഥ അറിവും. അത് തന്നെയാണ് പ്രമാണവും ലക്ഷണവും. അറിവിന്റെ ലക്ഷണവും അതിനുള്ള പ്രമാണവും ആ അനുഭവമാണെന്നർത്ഥം. അതുകൊണ്ട് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള താതാത്മ്യം എപ്രകാരമാണെന്ന് ഞാൻ പറയാം. എങ്ങനെ? ഉപാസകന് സ്വശരീരം മുഴുവനും അതോടൊപ്പം ബ്രഹ്മാണ്ട കടാഹങ്ങളിലുള്ള ജ്യോതിർമയമായിരിക്കുന്ന ഈശ്വരരൂപമായി തീരുന്ന ഏകാഗ്രചിത്തനായിരിക്കുന്ന യോഗിക്ക് സ്വയം ഉണ്ടാകുന്നു. ഈ അറിവ് തന്നെയാണ്, അതായത് ഏകാഗ്രചിത്തനായിരിക്കുന്ന ഒരു യോഗിക്ക് ഉണ്ടാകുന്ന അറിവാണ് ഈ ആത്മബോധം എന്ന് പറയുന്നത്. അത് തന്നെയാണ് പ്രമാണം. ആ ബോധം ഉണ്ടായാൽ അത് തന്നെയാണ് പ്രമാണം. അതുണ്ടായാലോ പിന്നെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒക്കെ അദ്ദേഹത്തിന്റെ ഇതുവരെ ഉണ്ടായിരുന്നതായിരിക്കില്ല. അപ്പോൾ ലക്ഷണ ഫലവും കാണിക്കാൻ തുടങ്ങും. ഒരാൾക്ക് അറിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും കണ്ടാൽ തിരിച്ചറിയാം. അതാണ് ഇവിടെ ഭഗവാൻ പ്രമാണമായിട്ട് എടുക്കാനും ജ്ഞാനമായിട്ട് എടുക്കാനും പറയുന്നത്. അത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനന് പിന്നെ സംശയം. അതെന്താണ്? അർജുനോ വാച ജ്ഞാനേനൈവ ഭവേൽ ജ്ഞേയം വിദിത്വാ തക്ഷണേന തും തൂം ജ്ഞാനമാത്രേണ മുച്യതേ കിം പുനർയോഗധാരണ. അർജുനൻ വീണ്ടും ഭഗവാനോട് ചോദിച്ചു, ജ്ഞാനം ഒന്നുകൊണ്ട് മാത്രം ജ്ഞേയവസ്തുവായിരിക്കുന്ന ബ്രഹ്മത്തെ അറിയാൻ കഴിയുന്നു എന്നങ്ങ് പറഞ്ഞു. ഈ ജ്ഞാനം ഉദിക്കുന്ന മാത്രയിൽ തന്നെ ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടാകും. പിന്നെ എന്തിനാണ് യോഗം പരിശീലിക്കുന്നത് എന്ന് പറഞ്ഞു തന്നാലും? എപ്പോഴാണോ ഈ ജ്ഞാനം ലഭിക്കുന്നത്, ബ്രഹ്മജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ ആ സാക്ഷാത്കാരം സാധിച്ചു എന്നാ പറയുന്നത്. ജ്ഞാനമുണ്ടായാൽ, ബ്രഹ്മജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരവും സാധ്യമാണ്. പിന്നെ എന്തിനാണ് യോഗ പരിശീലനം? പിന്നെ എന്തിനാ അഭ്യാസം ഒക്കെ കാണിക്കണേ എന്നാണ്. അതിനെന്താണ് പ്രമാണം? ഇല്ലെങ്കിൽ അതെന്താണ് എങ്ങനെ പറയുന്നത്, എന്തിനാണ് പറഞ്ഞത്? അതിനുള്ള കാരണത്തെ കൂടി പറഞ്ഞു തന്നാലും. പിന്നെ എന്തിനാണ് ഈ ജപതപാദികളൊക്കെ ചെയ്യുന്നത്? ബ്രഹ്മജ്ഞാനിയായി കഴിഞ്ഞാൽ പിന്നെ ഈ ജപതപാദികളൊക്കെ സാധനകളൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? അങ്ങനെ ഒരു പരിശീലനത്തിന്റെ ആവശ്യമുണ്ടോ എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അതിന് ഇപ്പൊ നമുക്കും തോന്നും, യഥാർത്ഥ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ജപതപാദികളോ യോഗയോ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ യഥാർത്ഥത്തിൽ നമ്മൾ തന്നെ കണ്ടെത്തണം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പാത്രം എടുത്ത് അത് ദിവസവും വൃത്തിയാക്കുന്നുണ്ട്, ദിവസവും തേച്ച് മെഴുക്കും. ആ തേച്ച് മെഴുക്കിയത് അത് വെളുത്തു, ഇനി അത് തേക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പം? കണ്ണാടി തന്നെ നമ്മൾ മുഖം കാണുന്ന കണ്ണാടിയാ. ദിവസവും തുടച്ചു വെച്ചാൽ നമ്മുടെ മുഖം ക്ലിയർ ആയിട്ട് കാണും. ഒരു ദിവസവും ഇല്ലേ 2 ദിവസവും തുടയ്ക്കാതിരുന്നാലോ? നമ്മൾ ചില സ്ഥലത്തൊക്കെ ചെന്ന് കണ്ടു കഴിയാം, ഈ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നമ്മളത് എന്തിനു വേണ്ടിയിട്ട്, എന്ത് ലക്ഷ്യത്തിലാണോ ഒരു വീട് തന്നെ ഉണ്ടാക്കിയാൽ, ബാത്റൂമിൽ ഒരു കണ്ണാടി വെച്ചാൽ, മുഖം കാണാൻ വേണ്ടിയിട്ട് വാഷ് ബേസിൻ്റെ അടുത്ത് കണ്ണാടി വെച്ചിട്ടുണ്ട്. ഞാൻ മിക്ക വീടുകളും 90% വീടുകളിലും ഈ സോപ്പ് നമ്മൾ കുളിക്കുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അതിൽ നിന്നോ അല്ലെങ്കിൽ മുഖം കഴിയുമ്പോഴോ ഹാൻഡ് വാഷ് ചെയ്യുമ്പോഴോ
അതിൽ നിന്ന് തെറിക്കുന്ന സോപ്പ് കണങ്ങളെ കൊണ്ട് ഈ കണ്ണാടി കുറെ കാലം കഴിയുമ്പോൾ അഴുക്ക് വളരും. അതായത് അതാരും തുടയ്ക്കാറില്ല എന്നാണ്. നിങ്ങൾ തന്നെ ബാത്റൂമിൽ പോയി നോക്കും, കുറേ ദിവസത്തേക്ക് നിങ്ങൾ ക്ലോസറ്റ് ആയാലും വേണ്ടില്ല എന്താണേലും അത് വൃത്തിയാക്കാതിരുന്നാൽ അതിൻ്റെ അവസ്ഥ എന്താ? ഒരു പ്രാവശ്യം കൊണ്ടുവച്ചു, അന്നേരം നല്ല വൃത്തി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കർക്കിടമാസം വരുമ്പോഴോ ഒക്കെ വൃത്തിയാക്കുമ്പോൾ ഒന്ന് തുടച്ചു എന്ന് വിചാരിക്കുക. എന്നാൽ പിന്നെ ഒരു പ്രാവശ്യം വെളുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വെളുപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് തോന്നും നമ്മൾ ഈ യോഗ സാധനയും മനസ്സിനെ ഏകാഗ്രമുള്ള ജപതപാദികളൊക്കെ ചെയ്തിട്ട് ബ്രഹ്മജ്ഞാനം ലഭിച്ചു എന്ന് വിചാരിക്കുക ഒരു ദിവസം. ആ ബ്രഹ്മജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പരിശീലനങ്ങൾ ജപതപാദികൾ ചെയ്യേണ്ടതുണ്ടോ എന്നാണ് അർജുൻ്റെ ചോദ്യം. അപ്പം നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണും. ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും മുറിയായാലും നമ്മുടെ വസ്ത്രങ്ങളായാലും നമ്മുടെ ശരീരമായാലും ദിവസവും തേച്ചൊരച്ച് വൃത്തിയാക്കി വെച്ചാലേ അത് വൃത്തിയായിട്ട് തന്നെ ഇരിക്കൂ. ഇല്ലെങ്കിൽ അത് പൊടി വീഴും. പൊടി വീണാലോ ഇതേപോലെ തന്നെയാണ് നമ്മൾ കുറേ കാലത്തെ ശ്രമം കൊണ്ട് ഇപ്പം അതിന് എന്ത് പറഞ്ഞേ 12 വർഷത്തെ സാധനയും പ്ലസ് ഒരു 1.5 വർഷത്തെ സാധനയൊക്കെ യോഗാരൂഢനാകാൻ വേണ്ടിയിട്ട് വേണമെന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചതാ. ഇനി ഈ പ്രയത്നമൊക്കെ ചെയ്ത് 10-14 വർഷം കൊണ്ട് ഇപ്പം ഞാൻ തന്നെ 22 വർഷമായി യോഗ സാധിച്ചു, ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. അപ്പം ഈ ബ്രഹ്മജ്ഞാനത്തിൻ്റെ ഇല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പം പിന്നെ ഈ യോഗ ജപതപാദികളൊക്കെ കൂടെയുള്ളവർ തന്നെ ചിലപ്പോൾ വയ്ക്കണം, ഇനിയിപ്പോൾ അത് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ലല്ലോ. ചെയ്ത് കുറച്ച് ദിവസം നിർത്തി നോക്കും, അപ്പം അറിയാം അതിൻ്റെ വിവരം. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെച്ച് ഇരിക്കുന്നത് പോലെ ഇരിക്കും അതിൻ്റെ പ്രഭയും. വിളക്ക് തന്നെ കത്തിക്കുന്നത് എന്തിനാ? കരിന്തിരിയൊക്കെ മാറ്റി തൂത്ത് തുടച്ച് ദിവസവും വൃത്തിയാക്കിയിട്ട് കത്തിക്കണമെന്ന് പറയണ്ടേ? അതിൻ്റെ ആ തേജസ് നമുക്ക് കണ്ട് ആസ്വദിക്കണമെങ്കിൽ അത് വൃത്തിയാക്കി തന്നെ വയ്ക്കണം. അതേപോലെ നമ്മുടെ ശരീരത്തിലൂടെ പ്രകടമാകുന്ന ജപ തപാദികളുടെ ജ്ഞാനയോഗ ഭഗവാൻ പറയാൻ പോകുന്നത് അത് തന്നെയായിരിക്കും. ഞാൻ അതിനു മുമ്പ് പറയാം. അതുപോലെ തന്നെ വീടുകളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ജനലും വാതിലും പിന്നെയും തുറക്കും. ജനലുകൾ മിക്കവാറും വീടുകളിൽ ഈ ജനൽ തുറന്നിടലോ അതെന്തിനാ പിന്നെ ഉണ്ടാക്കിയെന്ന് ഞാൻ ചോദിക്കും. വല്ലപ്പോഴൊക്കെ ഒന്ന് തുറന്ന് അതിൻ്റെ പൊടി തെങ്കി തട്ടോ ഇല്ലെങ്കിൽ കാറ്റ് വരാൻ വേണ്ടിയിട്ടാണല്ലോ വെന്റിലേഷൻ വെച്ചത്. പക്ഷെ പലരുമുണ്ട് അത് പല കാരണങ്ങളെ കൊണ്ട് അവരോട് ചോദിച്ചാൽ ന്യായങ്ങൾ പറയും. കറക്റ്റും ഒട്ടും ഭംഗിയായിട്ടൊക്കെ വെച്ച് ഈ ജനൽ ആരും തുറക്കാറില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ അന്വേഷിച്ച് നോക്കുക, എല്ലാ മുറിയിലും ഒരു ജനലെങ്കിലും ഇല്ലാതെ 2 പാളിയോ 3 പാളിയോ ജനലില്ലാത്ത ഒരു വീടും ഒരു റൂമും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളിൽ എത്ര ദിവസം അത് തുറന്ന് വൃത്തിയാക്കാറുണ്ട്, ഇല്ലെങ്കിൽ അതിലേക്ക് കാറ്റ് വരാൻ അനുവദിക്കാറുണ്ട്? വെന്റിലേഷന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ജനലും വാതിലും ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തുടച്ച് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല എന്നാ. എന്നാൽ പിന്നെ ഉണ്ടാക്കിയത് എന്തിനാ? ജനലെന്തിനാ? എല്ലായിടും ഭിത്തി കെട്ടി കട്ട കെട്ടി തേച്ച് മിനിക്കാൻ പോരായിരുന്നു? ഇതൊക്കെ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം തന്നെ അതിൻ്റെ ഉത്തരം നമുക്ക് മനസ്സിലാവും എന്തിനാന്ന് വെച്ചാൽ. പിന്നെന്താ, വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ജനലൊക്കെ അടച്ചിടണം. കാരണം എന്താ, ഈ കൊതുകിൻ്റെ ശല്യമുള്ള 1-2 മണിക്കൂർ അടച്ചിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴുത് നോക്കിയിരിക്കുക. ആ ഒരു സമയത്ത് അതിൻ്റെ വ്യവഹാരം കൂടുതലാണ്. അപ്പോൾ ഈ കൊതുകും പ്രാണിയൊക്കെ വരുന്ന സമയം. എന്നാലും അല്ലാത്ത സമയങ്ങളിൽ സൂര്യൻ നന്നായിട്ട് ഉദിച്ചു കഴിഞ്ഞാൽ പ്രാണികളുടെ വ്യവഹാരം കുറച്ച് കുറയും. ആ ചൂട് കൊണ്ടോ എന്തോ ആ സമയത്ത് കുറച്ച് തുറന്നിട്ട് കുറച്ച് വെന്റിലേഷൻ, കാറ്റും വെളിച്ചവും ഒക്കെ വരാൻ പാകത്തിന് തുറന്നിടേണ്ടതല്ലേ? അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞ പോലെയാണ് പർജൻ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സാക്ഷാത്കാരം? ആ സാക്ഷാത്കാരത്തിൽ മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധിയെ ഉറപ്പിച്ച് ചിത്തശക്തിയെ ഉണർത്താൻ വേണ്ടിയിട്ട് ഉള്ള 12 വർഷത്തെ ആ ആരൂഢ സമാധിയും ഇല്ലെങ്കിൽ സഞ്ചാര സമാധിയും പറ്റിയൊക്കെ നമ്മളെ പറഞ്ഞു. ആ ഒരു അവസ്ഥയിലേക്ക് ആ
പാദങ്ങളിൽ, അതായത് 12-14 വർഷത്തെ സാധനയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഈ പറഞ്ഞ ഭഗവാൻ പറഞ്ഞ പോലെ സാധനയൊക്കെ ചെയ്യുന്നവർക്ക് അഷ്ടാംഗയോഗം അനുസരിക്കുന്ന യാതൊരു സംശയവുമില്ല 14 വർഷത്തിനകം ബ്രഹ്മജ്ഞാനം ലഭിച്ചിരിക്കും. അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അഷ്ടാംഗയോഗം അനുസരിക്കണോ എന്നാണ് അർജുന്റെ ചോദ്യം. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത്? ശ്രീ ഭഗവാൻ വാച ജ്ഞാനേന ദീപിതോ ദേഹേ ബുദ്ധി ബ്രഹ്മസമന്വിത ബ്രഹ്മ ജ്ഞാനാഗ്നിനാ വിദ്വാൻ നിർദേഹൽ കർമ്മബന്ധനം. എന്താ കാരണം? കർമ്മബന്ധനം ഉണ്ടാകും. ബ്രഹ്മജ്ഞാനം കിട്ടിയിട്ട് പിന്നെ അനങ്ങാതിരുന്നാൽ കർമ്മബന്ധനാകും. ജ്ഞാനം കൊണ്ട് ശരീരം ദീപ്തമാകുന്നു, അതായത് പരം ജ്യോതിസായി തീരും. അപ്പോൾ സൂക്ഷ്മ ശരീരവും ദീപ്തമായി തീരുന്നതാണ്. അതോടെ ബുദ്ധി ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ബുദ്ധി ജ്ഞാനമായി തീർന്ന ആ വിദ്വാൻ ബ്രഹ്മജ്ഞാനാഗ്നിയിൽ കർമ്മബന്ധനങ്ങളെ ദഹിപ്പിച്ചു കളയുന്നതാണ്. ഈ ബ്രഹ്മജ്ഞാനം ലഭിച്ചിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അനങ്ങാതിരിക്കരുതെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. പ്രകൃതി നമ്മളെ അനുകരിക്കാൻ അല്ലെങ്കിൽ അനങ്ങാതിരിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ആ കർമ്മങ്ങളിൽ നിന്ന് ബന്ധനമുണ്ടാകാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ആധ്യാത്മിക സാധന മാർഗത്തിൽ ലക്ഷ്യം തീരുമാനിച്ചാൽ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കണം. അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുമ്പം പൂർവജന്മാർജിതമായിട്ടുള്ള നല്ലത് ചീത്തയായിട്ടുള്ള സുഖദുഃഖങ്ങളും അനുഭവങ്ങളൊക്കെ വ്യവഹാരത്തിൽ തന്നെ നമുക്ക് അനുഭവിച്ച് അറിയേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ അതിനെ ആ സുഖദുഃഖങ്ങളെയും ഇല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളെ, ക്ലേശങ്ങളെയും ഇല്ലേ സുഖത്തെയും അതിക്രമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം ലഭിക്കുക. ആ ജ്ഞാനം ലഭിച്ചാൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു? ആത്മബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും ഫലേച്ഛയില്ലാതെ ഞാനെന്ന് ഭാവമില്ലാതെ പരോപകാരവാർത്തിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ കർമ്മബന്ധനം ഇല്ലാതെ വരൂ. ഇല്ലെങ്കിൽ ജ്ഞാനത്തെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുകയും അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണ്ട ലോകസേവാർത്ഥമായിട്ട്. പക്ഷെ അതിന് എങ്ങുമില്ലാത്ത ഫീസൊക്കെ മേടിച്ചിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കർമ്മബന്ധനം ഉണ്ടാകും. ഇപ്പൊ ഒരാൾ പൂജ പഠിച്ചു, ബ്രാഹ്മണൻ തന്നെ പൂജ പഠിച്ചു, പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാത്തരം പൂജയും ഇല്ലെങ്കിൽ ജ്യോത്സ്യന്മാർ കൊടുക്കുന്ന ചാർത്തനുസരിച്ചുകൊണ്ടും ഹോമങ്ങളും യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ നിന്ന് കർമ്മബന്ധനം ഉണ്ടാകും. ആ കർമ്മബന്ധനത്തെ ഇല്ലാതെയാക്കണം എന്നുണ്ടെങ്കിൽ സാധനാഫലം വേണം. അതിന് ഗായത്രി പോലുള്ള ഉപാസന ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ സാധാരണക്കാരുടെ അടുത്ത് പോയിട്ട് ഒരു ജോലി ഇല്ലെങ്കിൽ പരിഹാരാർത്ഥമായിട്ട് ജ്യോത്സ്യം പറഞ്ഞിട്ട് പോയി ചെയ്താലും വേണ്ടില്ല, എല്ലാം കൂടെ തലക്കൊഴിഞ്ഞിട്ട് ദക്ഷിണയായിട്ട് വെച്ച് അത് ഏറ്റെടുത്തുകൊണ്ട് വന്നാൽ അത് കർമ്മബന്ധനത്തെ ഉണ്ടാക്കും. അതില്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ഗായത്രി മന്ത്രം സഹസ്രാവർത്തിയൊക്കെ ജപിക്കണം എന്ന് പറയും. ബ്രഹ്മജ്ഞാനം ലഭിച്ച ആളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പോലും സാധനാബലം ഇല്ലെങ്കിൽ അതിൽ നിന്നും നെഗറ്റീവ് എനർജി നമ്മളിൽ വ്യാപിക്കും എന്നർത്ഥം. കാരണം എന്താ? അവരുടെ ദോഷങ്ങളെ തീർക്കാനാണല്ലോ പരിഹാരം ചെയ്യുന്നത്. അപ്പം ശരിക്കും ആ ആചാര്യൻ അത് ഏറ്റെടുക്കുന്ന അവസ്ഥയിലാണ്. അതിനെ നിർദോഷമാക്കി തീർക്കുന്നുണ്ടെങ്കിൽ ആചാര്യനും അതനുസരിച്ചുകൊണ്ട് സാധനാബലം ഉണ്ടാക്കണം. അപ്പൊ ബ്രഹ്മജ്ഞാനം ഉണ്ടായാൽ അതിനെ സാക്ഷാത്കരിക്കുന്നത് പോലും, സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഉപയോഗിക്കുക എന്നുള്ളതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അത് പിന്നെ അനുഭവത്തിലെത്തും. അത് സാക്ഷാത്കാരം ഭാവത്തിലേക്ക്, ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അനുഭവിച്ചറിയാം. എങ്ങനെ? കർമ്മത്തിലൂടെ അനുഭവിച്ചറിയാം. കർമ്മത്തിലൂടെ ബ്രഹ്മസാക്ഷാത്കാരം അനുഭവിച്ചറിയുമ്പം അതൊരു കാരണവശാലും കർമ്മബന്ധനം ഉണ്ടാകാത്ത വിധത്തിൽ വേണം സാക്ഷാത്കരിക്കാൻ. ഇല്ലെങ്കിൽ കർമ്മബന്ധനം ഉണ്ടാകും. ഇവിടെ ഭഗവാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ബ്രഹ്മജ്ഞാനം ലഭിച്ചയാള് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നയാൾക്ക് കർമ്മബന്ധനം ഉണ്ടാകില്ല. കാരണം എന്താ? അതനുസരിച്ച് നിസ്സംഗഭാവത്തിലായിരിക്കും അദ്ദേഹം കർമ്മ ചെയ്യുക. അതാണ് ഭഗവാൻ പറഞ്ഞത്, സർവധന്മാൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹം താ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി. കാരണം ഈശ്വരന്റെ ഈശ്വരീയമായ ഭാവത്തിലാണ്, ഈശ്വരനെ ഉൾക്കൊണ്ടുകൊണ്ടാണ്
ചിന്തയിലും വാക്കിലും പ്രവർത്തിക്കുന്ന ഒരാൾക്ക് കർമ്മബന്ധനം ഉണ്ടാകില്ല എന്ന് പറയാൻ കാരണം, അഥവാ എന്തെങ്കിലും കർമ്മബന്ധനത്തിന് കാരണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനെ നിന്നും ഭഗവാൻ നമ്മളെ കൈപിടിച്ചു ഉയർത്തി. അഹന്ത്വാ സർവവാപ്യേപ്യോ മോക്ഷേഷ്യം. ബ്രഹ്മസാക്ഷാത്കാരത്തിൽ കർമ്മബന്ധനം ഉണ്ടാകാതിരിക്കാനുള്ള പ്രധാന കാരണം ഈശ്വരന്റെ കൃപ എപ്പോൾ ലഭിക്കുന്നു അപ്പോൾ മാത്രമേ. ഇല്ലെങ്കിൽ നമ്മൾ ജ്ഞാനം ലഭിച്ചാലും വേണ്ടില്ല, ചിലപ്പോൾ കർമ്മബന്ധനത്തിൽ പോയി പെടും. നമുക്ക് ചുറ്റുവട്ടം നോക്കി അറിയാം ജ്ഞാനികളായിട്ടുള്ളവർ കർമ്മബന്ധനത്തിൽ പോയി പെടുന്നു. അത് സന്യാസിയായാൽ പോലും പോയി പെടും. അപ്പം അതുകൊണ്ട് ജ്ഞാനം ലഭിച്ചാൽ പോലും മോക്ഷപ്രാപ്തിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈശ്വര കൃപ വേണം. ആ കൃപ ലഭിക്കുന്നത് എപ്പോഴാണോ കർമ്മബന്ധനമില്ലാത്ത അനായാസന ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്കാണ്. എപ്പോഴാണോ കാലം വരുന്നത് അപ്പോൾ മാത്രമേ കൃപ ലഭിക്കൂ. കൃപ ലഭിച്ചാൽ പിന്നെ ഈ ദേഹത്തിന്റെ ആവശ്യകതയുമില്ല. അപ്പൊ ഭഗവാനിലേക്ക് ലയിക്കുകയും ചെയ്യും. ദേഹദേഹി ബന്ധത്തിലേക്ക് സങ്കല്പ വികല്പങ്ങളിൽ നിന്നും ഒരു പടിയും കൂടെ ഉയർന്ന് ഭഗവാനിലേക്ക് തന്നെ താതാത്മ്യഭാവം കൈവരും. പിന്നെ അവിടെ രണ്ടായിട്ട് വീണ്ടും ജനിക്കേണ്ടത് പ്രശ്നവുമില്ല. അവിടെയാണ് യഥാർത്ഥ ബ്രഹ്മസാക്ഷാത്കാരം. ബ്രഹ്മസമർപ്പണം അല്ലെങ്കിൽ ആത്മസമർപ്പണം എന്ന് പറയുന്നത് ഈ ഒരു ഘട്ടമാണ്. പക്ഷേ അതിന് പുറപ്പെടുമ്പം ലക്ഷ്യം തീരുമാനിക്കണം. നമ്മൾ ആര് ഭക്തി കൊണ്ട് നടക്കുന്നതാണെങ്കിലും ഈ ജന്മത്തിൽ തന്നെ നമ്മൾ ലക്ഷ്യം തീരുമാനിക്കുക. ഈ ജന്മത്തിൽ കിട്ടുമോ കിട്ടില്ലോ അത് നമ്മുടെ മുൻവിധി വേണ്ട. എനിക്ക് ഈശ്വരപ്രാപ്തി വേണമെന്ന് ലക്ഷ്യം തീരുമാനിക്കുക. അതിന് പറ്റുന്ന അനുഷ്ഠാനങ്ങൾ ചെയ്യുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ പറ്റാത്തതിന് വേണ്ടിയിട്ട് ബലം പിടിച്ചിട്ട് ആർജിക്കാൻ ശ്രമിക്കുകയും വേണ്ട. നമ്മൾ ഇതുവരെ എത്തിയിരിക്കുന്നതും അങ്ങനെ സ്വയം നമ്മുടെ സ്വഭാവത്തിലുണ്ടായ പരിവർത്തനം കൊണ്ടാണല്ലോ ഈ ഒരു അവസ്ഥയിൽ എത്തിയത്. അതേപോലെ തന്നെ ലക്ഷ്യം തീരുമാനിച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഏതും ജ്ഞാനമാർഗമായാലും യോഗമാർഗമായാലും കർമ്മമാർഗമായാലും ലക്ഷ്യം തീരുമാനിച്ചാൽ അതിനുള്ള ആചാരാനുഷ്ഠാനങ്ങളെ യഥാവിധി യുക്തിസഹജമായിട്ട് തീരുമാനിച്ച് അവരവരുടെ ആരോഗ്യം, അവരവരുടെ പരിസ്ഥിതി, അവരവരുടെ സ്വഭാവമൊക്കെ അനുസരിച്ചുകൊണ്ട്, കർമ്മവാസന അനുസരിച്ചുകൊണ്ട് അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുക. അത് ഏത് മാർഗം സ്വീകരിച്ചാലും നമ്മളെല്ലാം എത്തുമ്പോൾ ലക്ഷ്യം തീരുമാനിച്ചാൽ പരമമായ ലക്ഷ്യത്തിലേക്ക് തന്നെ അങ്ങോട്ട് തന്നെ ആയിരിക്കും എത്തുക. വേറെ സ്ഥലമൊന്നുമില്ല. സ്വഭാവം ശുദ്ധീകരിച്ചാൽ എല്ലാവരുടെയും സ്വഭാവം ഒന്ന് തന്നെയായിട്ട് മാറും. അപ്പൊ എത്തുന്നത് ഒരു സ്ഥലത്തായിരിക്കും. അപ്പൊ ആ സാക്ഷാത്കാരത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ കർമ്മബന്ധനം ഇല്ലാതെ വരുമ്പോൾ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഒരേ ലക്ഷ്യത്തിലേക്ക് എത്താൻ തന്നെ സാധിക്കും. ലക്ഷ്യം തീരുമാനിച്ചാലും അനുഷ്ഠാനങ്ങളെ കൊണ്ട് നമ്മുടെ കർമ്മശുദ്ധി എപ്പോൾ സംഭവിക്കുന്നുവോ അപ്പോഴാണ് ജ്ഞാനം ലഭിക്കുക. ആ ജ്ഞാനത്തെ സാക്ഷാത്കരിക്കുമ്പോഴാണ് കർമ്മബന്ധനം ഉണ്ടാകാതെ വരിക. എന്ന് പറഞ്ഞാൽ ആത്മബോധത്തോടു കൂടി നമ്മൾ ചിന്തിക്കണം, പറയണം, പ്രവർത്തിക്കണം. അത് വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ, പുറത്തെ ജോലി ആയിക്കോട്ടെ, എവിടെയൊക്കെ പ്രവർത്തിച്ചാലും വേണ്ടില്ല, ആത്മബോധ തലത്തിൽ നിന്നുകൊണ്ടായിരിക്കണം പ്രവർത്തിക്കുന്നത്. നമ്മളിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യനായിട്ട് ജനിക്കുമ്പോഴാണ് ഇതിനെയൊക്കെ തിരിച്ചറിയാനുള്ള അറിവ് നമുക്കുള്ളൂ. അപ്പൊ മനുഷ്യനെ തന്നെ മനുഷ്യത്വമുണ്ട്, ദേവത്വമുണ്ട്, ഈ മൃഗത്വമുണ്ട്. പക്ഷിമൃഗാദികളുടെ മുഴുവൻ എസൻസ് നമ്മുടെ കയ്യിലുണ്ട്. മനുഷ്യത്വമുണ്ട്, ആസുരത്വമുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മളീ ബ്രാഹ്മണത്വമുണ്ട്, ക്ഷത്രിയത്വമുണ്ട്, വൈശ്യത്വമുണ്ട്, ശൂദ്രത്വമുണ്ട്, സ്ത്രീത്വമുണ്ട്, പുരുഷത്വമുണ്ട്. നമ്മുടെ കയ്യിലില്ലാത്തതൊന്നുമില്ല. അപ്പൊ യുക്തിസഹജമായിട്ട് നമുക്ക് ഏത് മാർഗവും ഉപയോഗിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള ശരീരം വെച്ചുകൊണ്ട് മനുഷ്യന് മാത്രമേ ഇതിനെ സങ്കല്പ വികല്പങ്ങളിലൂടെയും ഇല്ലെങ്കിൽ വിവേചന ശക്തി കൊണ്ട് ഈശ്വരപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആ ബ്രഹ്മജ്ഞാനം ലഭിക്കുമ്പോഴാണ്, ജ്ഞാനം ലഭിക്കുമ്പോഴാണ് ഈ ഗുണദോഷങ്ങളെ തിരിച്ചറിയും വിവേചന ശക്തിയൊക്കെ നമുക്ക് ഉണ്ടാകുകയുള്ളൂ. അതാണ് വിദ്വാൻ എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. ഇവിടെ എടുത്തു പറഞ്ഞെന്താ? ബ്രഹ്മജ്ഞാനാജ്ഞ വിദ്വാൻ നിർദേഹൽ കർമ്മബന്ധനം.
വിദ്വാൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് വിവേകമുള്ളവൻ അഥവാ അനുഭവജ്ഞാനമുള്ളവൻ, തത്വദർശിയായവൻ എന്നർത്ഥം. അനുഭവങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഈശ്വരനെ ബോധ്യം വരാൻ സാധിക്കൂ. ഇത് മറ്റൊരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധ്യമല്ല. അവരവർക്ക് ബോധ്യം വരുന്ന കാര്യം, അതാണ് യഥാർത്ഥ അറിവ്. അങ്ങനെയുള്ളവർക്ക് ആത്മബോധം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും ഒരിക്കലും അവന് കർമ്മബന്ധനം ഉണ്ടാക്കാത്ത വിധത്തിലായിരിക്കും, നിസ്സംഗഭാവത്തിലായിരിക്കും ഏത് പ്രവൃത്തിയും. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അത് മനസ്സിലാകുമൊന്നുമില്ല. വേണ്ട, മനസ്സിലാക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പരമമായ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പം അതിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പം അവരവരുടെ യുക്തിക്ക് അനുസരിച്ചു കൊണ്ടായിരിക്കും അവരുടെ കാഴ്ചപ്പാടിൽ അതിൽ നിന്ന് പ്രതികരണം വരും. എൻ്റെ കാഴ്ചപ്പാട് അവർക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം എന്താ, അവരാ ലെവലിലേക്ക് എത്തിയിട്ടില്ല. അത് തന്നെ കാര്യം. കാരണം 99% ആൾക്കാരും ഭൗതിക ഇന്ദ്രിയ ഭോഗ സുഖങ്ങളിലാണ് സകലതും എന്ന് വിചാരിച്ചിരിക്കുന്നവരും, ഈശ്വരഭക്തി ഉണ്ടെങ്കിൽ തന്നെ ഈ ഇന്ദ്രിയ ഭോഗ സുഖങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ടോ ഇല്ലേ നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടാനോ ഇല്ലേ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടോ ഈശ്വരനെ ഒരു ഉപാധിയായിട്ട് സ്വീകരിക്കുന്നതേ ഉള്ളൂ. കാര്യം നടന്നാൽ, അത് ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഈശ്വരനെ പോലും മറക്കുന്ന സ്വഭാവമൊക്കെ അതുകൊണ്ടാണ് വരുന്നത്. സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗോച്ചത് എന്നൊക്കെ ഭഗവാൻ തന്നെ പറഞ്ഞത് ഓർത്തിരിക്കണം. അതൊക്കെയാണ് കർമ്മബന്ധനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഈ യോഗസ്ഥിതി കൈവരുത്തണം, അല്ലാതെ സാധിക്കില്ല. അപ്പൊ യോഗസ്ഥിതി കൈവരുത്തിയാൽ ഈ ജ്ഞാനം ലഭിച്ചാലും അത് തൂത്തു തുടച്ച് വൃത്തിയാക്കി വച്ചില്ലെങ്കിൽ വീണ്ടും പൊടി വന്ന് ബാധിക്കും. ഓട്ടോമാറ്റിക്കാ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പം ഓട്ടോമാറ്റിക് ഒരു കഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആ റേഞ്ചിന്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ തന്നെ തുറക്കും, റേഞ്ച് വിട്ടാൽ തന്നെ അടഞ്ഞു പോകും. ഇതേപോലെയാണ് നമ്മുടെ സത്വരജ തമോ ഗുണങ്ങളുടെ മായയുടെ ഒരു കവചമുണ്ട് ജീവാത്മാവിന്. ഇത് എപ്പോഴും അതിനെ മായയെ അകറ്റി നിർത്താനി സർവാണി സംയമ്യ യുക്ത ആസീതമൽപര വശീഹി യസേന്ദ്രിയാണ് തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ഈ സ്ഥിതപ്രജ്ഞനായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രണം സാധിക്കണമാണെങ്കിൽ അത് ലഘു സാധ്യമല്ല. പക്ഷേ നീ എന്നെ തന്നെ എപ്പോഴും തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മര എന്ന് പറഞ്ഞു. അപ്പൊ ജ്ഞാനം ലഭിച്ചു എന്ന് ഓർത്തുകൊണ്ട് അത് വിദ്വാനൊക്കെ ആകും, അത് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ. പക്ഷേ അത് പൊടി തട്ടാതെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ സ്ഥാനപ്രശ്നമായി പോകും ചിലപ്പോൾ. അതൊക്കെ ഗീതാധ്യായം 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭക്തിമാർഗത്തിൽ ചരിച്ചിട്ടും ഈ ചിലർ ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതൊക്കെ നമുക്ക് അറിയാനും സാധിക്കും. നമ്മൾ തന്നെ നമ്മുടെ ലൈഫ് ചിന്തിച്ചാൽ ചിലപ്പം നമുക്ക് തന്നെ മനസ്സിലാക്കും. ഇല്ലെങ്കിൽ ഉദാഹരണങ്ങൾ അനേകമുണ്ട്. അതൊക്കെ തന്നെയാണല്ലോ ഭാഗവതത്തിൽ പറയുന്നത്, പല കഥകളായിട്ട് പറയുന്നതൊക്കെ. ഈ ഭക്തിയുടെ പ്രഭാവം നിലനിർത്താതിരിക്കുന്നതും നിലനിർത്തുന്നതും, അതുകൊണ്ടുള്ള ഗുണങ്ങളും, നിലനിർത്താതിരുന്നാൽ അതിൻ്റെ സ്ഥാനപൃഷ്ടനാകുന്നതും, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്നൊക്കെ ലളിതമായിട്ടുള്ള നമുക്കൊക്കെ പച്ച മലയാളത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, പൂന്താനത്തെ പോലുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രമാണം. അപ്പോൾ കർമ്മബന്ധനങ്ങളില്ലാതെ വരണം. ജ്ഞാനി ആയാൽ പോലും, ബ്രഹ്മജ്ഞാനി ആയാൽ പോലും ചില വാസനാബലം വിടാതെ നിൽക്കും. അത് കർമ്മബന്ധനത്തിന് കാരണമാകും എന്ന് ബ്രഹ്മജ്ഞാനി തന്നെ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ കർമ്മബന്ധനത്തിൽപ്പെടും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഈ ജ്ഞാനം കൊണ്ട് ശരീരം തീർത്ഥമാവും. അപ്പോൾ ഇവിടെ ഇരുട്ടെന്ന് പറയും, നമ്മൾ ഈ ഒരു ജ്ഞാനം ലഭിച്ചാൽ, ജ്ഞാനദൃഷ്ടി നമുക്ക് കൈവന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടെന്ന് പറയുന്ന സാധനമില്ല. എല്ലായിടത്തും പ്രകാശമയമാണ്. നമ്മുടെ ശരീരം പോലും പ്രകാശ തേജസ്സിലാണ് ഇരിക്കുന്നത്, സൂക്ഷ്മ ശരീര രൂപത്തിലാണ് ഇരിക്കുക. സ്ഥൂല ശരീരത്തെ നമുക്ക് കാണാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അതാണ് ജ്ഞാനദീപം പ്രകാശിച്ചാൽ അത് പരം ജ്യോതിസാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആ പരം ജ്യോതിസ് പ്രകാശിച്ചാൽ സൂക്ഷ്മ ശരീരം പോലും നമുക്ക് ദൃശ്യമാകുന്ന അപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് അത് ദർശിച്ചാലോ പിന്നെ ഇരുട്ട്, നിങ്ങൾ എവിടെ പോയാലും എന്ത് കണ്ടാലും ഇരുട്ട് കാണാൻ സാധ്യമല്ല.
ഇരുട്ട് വ്യാപിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെളിച്ചം നിലനിർത്തണം. ഇരുട്ട് വ്യാപിക്കാതിരിക്കാൻ കത്തിച്ച് കിട്ടിയ ദീപത്തെ നമ്മൾ പുറത്തൊരു ദീപം കത്തിച്ച് വെച്ചാൽ അതിൽ എണ്ണ തീർന്നാലോ തിരി തീർന്നാലോ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാലോ ഒക്കെ കെട്ടുപോകും. പക്ഷെ ജ്ഞാനമാകുന്ന ദീപം പ്രകാശിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും പ്രകാശിച്ച് തന്നെ നിൽക്കുക. എവിടെ നോക്കിയാലും ഇരുട്ട് ഉണ്ടാകില്ല. നമ്മുടെ ശരീരം പോലും പ്രകാശ സ്വരൂപമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ പരം ജ്യോതിസായിരിക്കുന്നു. അപ്പോൾ സൂക്ഷ്മ ശരീരവും ദീപ്തമായി തീരും. നമ്മുടെ സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരം അല്ല, സൂക്ഷ്മ ശരീരമായിരിക്കും പിന്നെ കാണുക. അത് ആത്മസ്വരൂപത്തിന്റെ ആത്മപ്രകാശം സൂര്യനെ പോലെ തേജസ് ആയിട്ട് കാണുന്നു പറഞ്ഞല്ലോ. ആത്മപ്രകാശം എന്ന് പറയുന്നത് ആ സൂര്യനെ പോലെ തേജസ്സുറ്റതാണ്. അപ്പോൾ ബുദ്ധി ബ്രഹ്മജ്ഞാനം മയമായി തീരും. അങ്ങനെയുള്ള വിദ്വാൻ, അതായത് അനുഭവജ്ഞാനം ലഭിച്ച ആ ജ്ഞാനാഗ്നിയിൽ കർമ്മബന്ധനങ്ങളെ ഇല്ലാതാക്കും. പിന്നെ എന്ത് ജോലി ചെയ്താലും ചെയ്യാതിരുന്നാലും ഒരിക്കലും അവനെ കർമ്മം ബാധിക്കില്ല എന്നർത്ഥം. കർമ്മബന്ധനമാക്കില്ല. കർമ്മബന്ധനങ്ങൾ കൊണ്ട് ഒരിക്കലും അവന് വീണ്ടും ജനിക്കേണ്ടി വരില്ല. കർമ്മബന്ധനങ്ങളാണ് നമ്മളെ പുനർജന്മത്തിന് കാരണമായി ഭവിക്കുന്നത് എന്നതാണ് ഭഗവാൻ പ്രമാണമായിട്ട് പറയുന്നത്. ഇത് പല പ്രാവശ്യം വിചിന്തനം ചെയ്യണം. അപ്പോൾ മാത്രമേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധന ഇല്ലെങ്കിൽ യോഗ പരിശീലനം, യോഗ ജപതപാദികൾ ചെയ്യണോ ചെയ്യണ്ടയോ, ചെയ്താലും ചെയ്തില്ലെങ്കിലും അതൊന്നും കർമ്മം ബന്ധനമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയാൽ പിന്നെ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അർജുനൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ? നമ്മൾ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ അത് നിലനിർത്തണമെങ്കിൽ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്നത് വരെ നിലനിർത്തണം. ബ്രഹ്മചാരിയായിരുന്നാലും ചില കർമ്മവാസനകൾ വിടാതെ അവരവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ചിലപ്പം നിഴൽ പോലെ നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ടാണ് ജ്ഞാനം ലഭിച്ചാലും അടുത്ത സ്റ്റെപ്പിൽ കൃപ ലഭിക്കണമെങ്കിൽ കർമ്മബന്ധനമില്ല എന്ന്, ഇല്ലെങ്കിൽ ജ്ഞാനം വെച്ചുകൊണ്ട് കർമ്മബന്ധനം ഉണ്ടാക്കുന്നില്ല എന്ന് ഭഗവാൻ ഉറപ്പ് എപ്പോൾ വരുന്നോ അപ്പോഴേ അവന് കൃപ ലഭിക്കുമെന്നർത്ഥം. ഇതാണ് ആത്മസാക്ഷാത്കാരത്തിന് ഇല്ലെങ്കിൽ ആത്മസമർപ്പണത്തിനുള്ള യോഗ്യതയും അതാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.